നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിൽ സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. നാളെയാണ് നമ്മൾ കാത്തിരുന്ന ദിവസം. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ബൈക്ക് വാങ്ങിയിട്ട് ആ ദിവസത്തെ രാത്രി നമ്മളിങ്ങനെ കഴിച്ചു കൂട്ടും. അതേ ഒരു അവസ്ഥയാണ്. നാളെ ഈ ഒരു സിനിമ കാണണം എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഇന്ന് കിടക്കുന്നത്. ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് തോന്നിയേക്കാം ഇവൻ കുറച്ച് ഓവറാണല്ലോ എന്ന്. സത്യത്തിൽ ഞാൻ കുറച്ച് ഓവറാണ്. കാരണം ലാലേട്ടൻ്റെ ഒരു സിനിമ വരുന്ന സമയത്ത് എപ്പോഴും പ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കും. കാരണം എനിക്കെല്ലാം സിനിമയാണ്, സിനിമ കാണാനും അതുപോലെ തന്നെ സിനിമ കണ്ട് ആസ്വദിക്കാനും ഉള്ളതാണ് എൻ്റെ ലൈഫ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കത് ഭയങ്കര ക്രേസാണ് സിനിമയോട്. അത്തരത്തിലുള്ള ഒരു ക്രേസോട് കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ. അപ്പോൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു, ലാലേട്ടൻ നായകനാവുന്നു. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ മൂവ്മെൻ്റ് ആണ്. ആ ഒരു സ്പെഷ്യൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നാളെ രാവിലത്തെ ഫാൻ ഷോയ്ക്ക് തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാൻ ഷോ തുടങ്ങുന്നത് രാവിലെ 7 മണിക്കാണെന്ന് കേട്ടു. 7 മണിക്ക് മുന്നേ തുടങ്ങുന്നു കേട്ടു. കാരണം വേറൊന്നും കൊണ്ടല്ല, സിനിമയ്ക്ക് കുറച്ച് ദൈർഘ്യം കൂടുതലാണെന്ന് അറിയാൻ സാധിക്കുന്നു. 2.5 മണിക്കൂറിൽ കൂടുതൽ സിനിമയുടെ ദൈർഘ്യമുണ്ടെന്ന് അറിയുന്നു. അതുകൊണ്ട് തന്നെ ഫാൻ ഷോസ് കുറച്ച് ഒരു 6:45 ടൈമിലൊക്കെ തുടങ്ങുന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം അവിടുന്ന് ഫാൻസിൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് കുറച്ച് നേരത്തെ തിയേറ്ററിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ രാജുവേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മോഹൻലാൽ ഫാൻ എന്ന് പറയാം. ഏറ്റവും വലിയ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്ത് പറഞ്ഞതല്ല. കാരണം അദ്ദേഹത്തിന് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരാൾ ലാലേട്ടൻ്റെ ഒരു പടം ചെയ്യുന്നു. അങ്ങനെ ഒരു പടത്തിൻ്റെ അകത്ത് ലാലേട്ടനെ മാക്സിമം മാസമായിട്ട് കാണിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു ലാലേട്ടൻ്റെ സിനിമയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ലാലേട്ടനും നമ്മൾ ഇഷ്ടപ്പെടുന്ന ലാലേട്ടനും ഒക്കെ ഒന്ന് തന്നെയായിരിക്കും. എല്ലാ കാലത്തും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള മുണ്ടൊക്കെ മടക്കി കൊടുത്തിട്ട് മീശയൊക്കെ തിരിച്ചു വരുന്ന നമ്മളെ ലാലേട്ടൻ എന്ന് നമുക്കൊരു വിസ്മയമാണ്. ഞാനും അദ്ദേഹത്തെ പോലെ തന്നെ ഒരു ഫാൻ ബോയിയാണ്. അത് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഫാനാണ്. നമ്മളെപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. അതുപോലെ തന്നെ മമ്മൂക്ക ആയാലും മമ്മൂക്കയുടെ നമ്മളൊരു ഫാനാണ്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഒരു താരത്തെ, ലാലേട്ടനെ പോലെ ഒരു താരത്തെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യാൻ സാധിച്ചു. നമ്മൾ കുറേ കാലമായിട്ട് ആരാധിക്കുന്ന ഒരാൾ. ഞാനൊക്കെ ജനിച്ച കാലം തൊട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ കണ്ട് അദ്ദേഹത്തിൻ്റെ എടുത്തു ചെല്ലുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലൊന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളൊരു വലിയ ആഗ്രഹമായിരിക്കും. അത്തരത്തിലൊരു ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ പൃഥ്വിരാജിന്. മുൻപ് ഞാൻ വായിച്ചതും അദ്ദേഹം പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു സിനിമ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ ലാലേട്ടനെ മോശമായിട്ട് കാണിക്കില്ല. ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ തിയേറ്ററിൽ പോയിട്ട് നാളെ 7 മണിക്ക് ഈ സിനിമ കാണാൻ സാധിക്കും. ഏതായാലും സിനിമ വരട്ടെ. എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് 1500ഓളം തിയേറ്ററൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിയേറ്ററുകളൊക്കെ ആയിരിക്കും. അതിൽ കൂടുതൽ തിയേറ്റർ കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അഡാർ ലവ് എന്നുള്ള സിനിമയ്ക്കാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ ലൂസിഫറിനാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററും കാര്യങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ നാളെ 6 മണിക്ക് അല്ല 6:50 ഷോ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പോയിട്ട് കാണും. അതിനുശേഷം അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സിനിമയെക്കുറിച്ച് എനിക്ക് വലിയ അവകാശവാദങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്തായാലും പോയിട്ട് കാണും. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പോയിട്ട് കാണാം. എന്തായാലും ഒരു വിസ്മയ സിനിമയായിട്ട് മാറട്ടെ. അത് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് വിജയിക്കണം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. റിവ്യൂസിലും കാര്യങ്ങളിലൊന്നും നമ്മൾ ഈ ഒരു ഫാൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ലാലേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടോ അതിൽ റിവ്യൂസിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോട് കള്ളം പറയുമൊന്നുമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എപ്പോഴും ഈ ഒരു സിനിമ എപ്പോഴും ഹിറ്റ് ആവട്ടെ. അതുപോലെ തന്നെ കുറേ ദിവസം ഓടട്ടെ. നമ്മൾ പുലിമുരുകൻ എന്നൊക്കെ തിയേറ്ററിൽ വന്ന സമയത്തുള്ള ഒരു ഓളം ഉണ്ടല്ലോ, കുറേ ദിവസം തിയേറ്റർ അങ്ങോട്ട് ഒരു പൂരപ്പറമ്പാവുകയാണ്. വേറൊന്നുമല്ല, അന്ന് അവിടെ നടക്കുന്ന എന്താ പറയുക, നമുക്ക് ആ ഒരു കാണാൻ തന്നെ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. അതായത് തിയേറ്റർ എന്നും ഫുള്ളായിട്ടിരിക്കാം, തിയേറ്ററുകാർ ഹാപ്പി ആയിരിക്കും, അതുപോലെ തന്നെ ജനങ്ങൾ ഹാപ്പി ആയിരിക്കും. മൊത്തത്തിലൊരു എന്താ പറയുക, എല്ലാവരും ഒരു ജോയിൻ ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് ലാലേട്ടൻ്റെ സിനിമ മാറും. അങ്ങനെയൊക്കെ വരട്ടെ. ഏതായാലും ലൂസിഫർ അങ്ങനെയൊക്കെ ആവട്ടെ. നമ്മൾ കാത്തിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ.